ആൻഡ് ബിഫോർ കെയർ, ആഫ്റ്റർ കെയർ, ഡ്യൂറിങ് ദ സർജറി എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. ഇനി ഇൻഫർമേഷൻ ആർക്കും അറിഞ്ഞുകൂടാത്ത കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. യൂട്യൂബിൽ ഞാൻ നോക്കിയിട്ട് ഒന്നും കാണാനില്ലേ. ഞാൻ തിരുമ്പി വന്നിട്ടേം ഗായ്സ്, തിരുമ്പി വന്നിട്ടേ. അങ്ങനെ 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. ഹായ് ഹലോ, ദിസ് ഇസ് സായിലി ഹിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ 2 ആഴ്ച ഞാൻ എവിടെ പോയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ അറിയാം. അമ്മയുടെ ഓപ്പറേഷനായിട്ട് ഞാനിങ്ങനെ മാറി നിൽക്കുമായിരുന്നു. ഞാൻ വന്നിട്ട് ആക്ച്വലി ഒരു 2-3 ദിവസമായി കംപ്ലീറ്റ് റെസ്റ്റ്, നല്ലതായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, വന്നപ്പോൾ തൊട്ട് എനിക്ക് ജലദോഷമൊക്കെ പിടിച്ച് അതിൻ്റെ കുറച്ച് ക്ഷീണത്തിലൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ഒന്ന് കംപ്ലീറ്റ്ലി ഓക്കെ ആയത്, വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ശനിയാഴ്ച ഇടാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. പക്ഷേ അപ്പോഴെനിക്ക് മടി, ഉറക്കം. അപ്പോൾ എന്തായാലും ഇനി തൊട്ട് നമുക്ക് ആക്റ്റീവായിട്ട് വീഡിയോ എടുക്കണം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഇൻഫോർമേറ്റീവ് കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം എന്തായാലും എനിക്കൊരു 8 ദിവസത്തെ ഹോസ്പിറ്റൽ വാസവും അതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഒക്കെ എനിക്കുണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എന്താണ് ഈ നിങ്ങൾ തമ്മിലിൽ കണ്ടതാണല്ലോ യൂട്രസ് റിമൂവൽ സർജറി ആണെന്ന്. അപ്പോൾ എന്താണ് അത്, എങ്ങനെയാണ്, എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ ഉള്ളൊരു ചെറിയ ഒരു കാര്യം, ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഈ വീഡിയോ പറയാൻ വേണ്ടിയിട്ട് പോണത്. അത് കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് കാണാം, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് പറയാവേ. ആദ്യം തന്നെ നമ്മുടെ യൂട്രസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇങ്ങനെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ട ലെവലിനുള്ള എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരേ ഒരു മെത്തേഡ് അങ്ങനെയൊന്നും അല്ല. നമുക്ക് സ്വയമേ അങ്ങനെ കണ്ടുപിടിക്കാൻ വെച്ചാൽ എന്തെങ്കിലും വയറിൻ്റെ ഏരിയയിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു 35 വയസ്സിന് ശേഷമൊക്കെയാണ് ആ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കണ്ടിരിക്കണം. കാരണം നമുക്കൊരു ഇപ്പോൾ യൂട്രസ് റിമൂവ് ഒക്കെ ചെയ്യുന്നത്, നമുക്ക് ആ ഒരു യൂട്രസിൽ പ്രശ്നമൊക്കെ ഏത് ഏജിൽ വേണമെങ്കിലും വരാം. പക്ഷെ അത് റിമൂവ് ചെയ്യുന്നത് ഒരു 35 വയസ്സ് കഴിഞ്ഞൊക്കെ കൂടുതലും റിമൂവ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുള്ളൂ. ഞാൻ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ, അമ്മയുടെ സർജറിയുടെ ആ സമയത്ത് തന്നെ ഒരുപാട് പേർക്ക് അന്ന് തന്നെ, അന്നത്തെ ദിവസം, അതിൻ്റെ തലേന്നത്തെ ദിവസം, പിറ്റേത്തെ ദിവസമൊക്കെ ആയിട്ട് സർജറീസ് ഉണ്ടായിരുന്നു. അപ്പം ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ്, ഓരോരുത്തർ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ് കേട്ടോ. എല്ലാവർക്കും ഒരേ കാര്യങ്ങളും ഒരേ രോഗവും അല്ലെങ്കിൽ ഒരേ പോലത്തെ പ്രശ്നങ്ങളും കാരണം അല്ല യൂട്രസ് റിമൂവ് ചെയ്യണത്. എന്നാൽ ഈ റിമൂവ് ചെയ്യാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ 3/4% ആൾക്കാർക്ക് ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നുകൊണ്ടാണ്. യൂട്രസിൽ ഫൈബ്രോയിഡ്സ് എന്ന് പറയുമ്പോൾ മുഴ പോലെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. അതൊരിക്കലും PCOD അല്ല കേട്ടോ, അത് വേറെയാണ്. യൂട്രസിന് മുഴ വരിക എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഇത്. അങ്ങനെ നമ്മളിപ്പോൾ ഞാനും ആദ്യമായിട്ട് കേട്ടപ്പോഴത്തേനും ഭയങ്കരമായിട്ട് പേടിച്ച് പോയി. അറിയാമല്ലോ, അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ നോക്കാനൊക്കെ ആയിട്ട്. അപ്പം വേറെ സിംഗിൾ ചൈൽഡാണ് ഞാനപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു ടെൻഷനായിരുന്നു. പക്ഷേ സർജറി കഴിഞ്ഞപ്പോൾ കൂളായിരുന്നു, വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രസവിക്കുക, C-സെക്ഷൻ ചെയ്യുന്ന അതുമാതിരിയൊക്കെ ഉള്ളൂ. പക്ഷേ ഇതൊരു മേജർ സർജറിയാണ്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഹെവി ബ്ലീഡിങ് ആയിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പം പെട്ടെന്ന് ഒരാഴ്ചയിലോ അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയിലോ വന്ന പെട്ടെന്നുള്ള അസഹനീയമായിട്ടുള്ള ഒരു വയറുവേദന, അതൊക്കെ ആയിരിക്കാം സിംറ്റം. ഇപ്പം അമ്മയുടെ കേസ് എന്ന് പറഞ്ഞാൽ 1 വർഷമായിട്ട് അമ്മയ്ക്ക് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അതായത് കണ്ടിന്യൂസ്ലി ബ്ലീഡിങ് എന്നല്ല, എപ്പോഴൊക്കെ പീരീഡ്സ് ആവുന്നു അപ്പോഴൊക്കെ നന്നായിട്ട് കുറേ നാൾ, ഒരു 15 ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ 45 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവും. ഇറഗുലർ മെൻസ്ട്രേഷൻ ആയിരുന്നു. പിന്നെ ഈ ബ്ലീഡിങ് ഉണ്ടാകുന്ന തന്നെ ഒരുപാട് പാഡൊക്കെ ആവശ്യം വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊരു നോർമൽ അല്ലല്ലോ. അപ്പം നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചാൽ മെനോപോസ് ആവണേൻ്റെ പ്രശ്നമായിരിക്കും, അതാണെന്ന് പറഞ്ഞാണ് ആദ്യം തള്ളിക്കളഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അമ്മയെ കൊണ്ട് ഒട്ടും പറ്റത്തില്ല എന്നുള്ള സ്റ്റേജ് എത്തിയപ്പോഴാണ് നമ്മൾ ഗൈനക്കിനെ കാണാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ആദ്യം നമ്മൾ ഗൈനക്കിനെ കാണുകയല്ല ചെയ്തത്. ഇവിടെ പഞ്ചായത്ത് വക പാപ്സ്മിയർ എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്, അത് ഫ്രീ ആണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ അടുത്തുള്ള ഹെൽത്ത് സെൻ്ററിൽ പോയിട്ട് ചെയ്തു, ഫ്രീ ആയിട്ട്. അതിൻ്റെ റിസൾട്ട് ഒന്നും നോക്കാൻ പോയില്ല. അതിൻ്റെ റിസൾട്ട് വരുമോ ഇല്ലേ നമ്മൾ അറിയിക്കുക, അങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. കുറച്ച് മാസങ്ങളും കൂടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഇച്ചിരി കൂടി വന്ന്, ചിലപ്പോൾ കുറേ മാസം ആവാതിരിക്കും കേട്ടോ, ഒരു 2 മാസമൊന്നും പീരീഡ്സ് ആവാതിരിക്കും. അപ്പം വിചാരിക്കും ഓക്കെ ഇത് കംപ്ലീറ്റ്ലി നിന്നു, മെനോപോസ് ആയി എന്ന് വിചാരിക്കും. പക്ഷെ 3-ാമത്തെ മാസം ഭയങ്കരമായിട്ട് കുറച്ച് ഡേ കൂടുതലുള്ള രീതിക്ക് അങ്ങ് പീരീഡ്സ് ആവും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം നിന്നപ്പോഴത്തേനും അമ്മ പിന്നെയും ഹെൽത്ത് സെൻ്ററിൽ പോയി അവിടെ കാണിച്ച്, അപ്പോഴാണ് ഈ പാസ്മിയറിൻ്റെ ടെസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, എൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് റിസൾട്ട് കാണിച്ചത്. റിസൾട്ടിനകത്ത് ഭീകരമായ പ്രശ്നമൊന്നും കാണിച്ചില്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് വെച്ചുകൊണ്ടിരിക്കേണ്ട, ഇനി വജൈനൽ ഏരിയയിൽ എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്ന് പേടിച്ചിട്ട് നേരെ നമ്മൾ അടുത്ത ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് ചെയ്തത്. എൻ്റെ സ്ഥലം വന്നിട്ട് ട്രിവാൻഡ്രമാണ്, നെടുമങ്ങാടാണ്. നമ്മൾ നെടുമങ്ങാട് ജില്ലാ ആശുപത്രി അടുത്താണ്, അവിടെയാണ് പോയത്. അവിടുത്തെ ഗൈനക്കിനെ കണ്ട് ഒടുക്കത്തെ ക്യൂ ആണ് കേട്ടോ. അവിടെ എന്ത് ചെയ്യാനാണേലും ഭയങ്കര ക്യൂ ആണ്. ഭയങ്കര താമസം. ഹോസ്പിറ്റലൊക്കെ നല്ലതാണ്, കൺസൾട്ടേഷൻ
ഇൻഫർമേഷൻ നല്ലതാണ്, ഡോക്ടേഴ്സ് നല്ലതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാം താമസമാണ്. ഒരു ക്യൂ തന്നെ, ഇപ്പോൾ ഒരു OP എടുക്കാനുള്ള ക്യൂ ആണെങ്കിലും ബില്ലടിക്കാനുള്ള ക്യൂ ആണെങ്കിലും 1 മണിക്കൂർ നിൽക്കണം. അത് മാത്രമാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമ്മൾ എന്തായാലും ഗൈനക്കിനെ കണ്ടപ്പോഴത്തേനും എല്ലാ കാര്യങ്ങളും അബ്ഡോമൻ സ്കാനൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോഴാണ് നമ്മൾ ഈ മുഴ എത്ര ഉണ്ടെന്ന് അമ്മയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു മുഴയുണ്ടെന്ന്. കാരണം എന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ, എന്നെ പ്രസവിക്കുന്നത് അമ്മയ്ക്ക് 26 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ്. അപ്പോൾ തന്നെ അമ്മയ്ക്ക് അതിന് മുന്നേ അബ്ഡോമൻ സ്കാൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അറിയാം ഇങ്ങനെ ഒരു ഫൈബ്രോയിഡ്സ് ഒരെണ്ണം അങ്ങോട്ട് ഉണ്ടെന്ന് അറിയാം. അന്ന് അതിൻ്റെ സൈസ് വളരെ ചെറുതായിരുന്നു, 6 mm അങ്ങനെ എന്തോ വളരെ ചെറുതായിരുന്നു. പിന്നെ ആ പ്രായത്തിൽ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, യൂട്രസിനൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രഗ്നൻറ്റും ആയിട്ടില്ലല്ലോ അമ്മ, അതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് പിന്നെ അന്ന് പിന്നെ എന്നെ പ്രസവിച്ചതിന് ശേഷം പിന്നെ അമ്മ അത് മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ലാസ്റ്റൊക്കെ ആയപ്പോഴാണ്, ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായപ്പോഴാണ് ഇപ്പോൾ അബ്ഡോമൻ സ്കാൻ ചെയ്തപ്പോൾ ആ മുഴ എന്തോ ഭാഗ്യത്തിന് 8 mm വരെ വളർന്നുള്ളൂ. 2 mm മാത്രമേ വളർന്നിട്ടുള്ളൂ. ചിലവർക്ക് അങ്ങനെയല്ല, പെട്ടെന്നായിരിക്കും വളരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല. പക്ഷെ അമ്മയ്ക്ക് എന്താ ഭാഗ്യത്തിന് 8 mm വരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു മുഴയല്ല, ഒരു 2-3 മുഴ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് ഭയങ്കര സീരിയസ് അല്ല. എന്നാലും അമ്മയുടെ ഏജ് വെച്ചിട്ട് യൂട്രസ് റിമൂവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇനിയിപ്പോൾ യൂട്രസിൻ്റെ ആവശ്യമൊന്നുമില്ല, ഓവറീസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഹോർമോണൽ അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞല്ലോ, 52 വയസ്സായി അമ്മയ്ക്കിപ്പോൾ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് എന്തായാലും റിമൂവ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ നമുക്കപ്പോൾ റിമൂവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടും നമ്മൾ ഇച്ചിരി ബിസിയൊക്കെയാണ്, പിന്നെ സാമ്പത്തികമായിട്ട് ഇത്തിരി ടൈറ്റൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണ് ഇപ്പം ചെയ്യണ്ട എന്നാണ് വിചാരിച്ചത്. അങ്ങനെ പകരം എന്തെങ്കിലും മെഡിസിൻ ഉണ്ടോ എന്ന് വെച്ചിട്ട് ഒരു മെഡിസിൻ തന്നു. അത് 1 വർഷം ഫുൾ കഴിച്ചിട്ട് എപ്പോഴാണ് സർജറി ചെയ്യാൻ താല്പര്യം, 1 വർഷമൊക്കെ കഴിക്കാൻ പാടുള്ളൂ, ഒരു 6 months വേണ്ടിയിട്ടാണ് എഴുതി തന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷന് വരണമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഗുളിക വാങ്ങിച്ചു. അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഗുളികയാണ്. അപ്പം ഞാൻ അന്ന് 15 ദിവസത്തേക്കുള്ളൊരു ഗുളിക വാങ്ങിച്ചായിരുന്നു. 15 ദിവസത്തേക്ക് ഗുളിക വാങ്ങിച്ചത് തന്നെ 600 സംതിങ് രൂപ. അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഗുളികയാണ്. അതങ്ങനെ വാങ്ങിച്ചു, കഴിച്ചു. ഒരു 3-4 ദിവസം അമ്മ കണ്ടിന്യൂസ്ലി കഴിഞ്ഞിട്ടും പിന്നെ അമ്മ പീരീഡ്സ് ആയി. അങ്ങനെ ആ ഗുളിക കഴിച്ചിട്ടും ഒരു വ്യത്യാസവും ഇല്ലല്ലോ എന്ന് കണ്ടിട്ട് അമ്മയ്ക്ക് കുറച്ചുകൂടെ ടെൻഷനായി. അതുവരെ അമ്മയ്ക്കും ഓപ്പറേഷൻ അങ്ങനെ ചെയ്യണ്ട, ഇപ്പം ചെയ്യണ്ട എന്നുള്ള മനസ്സായിരുന്നു. പക്ഷേ അങ്ങനെ പിന്നെയും പീരീഡ്സ് ആയപ്പോഴത്തേനും അമ്മയ്ക്ക് പിന്നെയും ടെൻഷനായിട്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റൽ ഏത് വേണം എന്നിങ്ങനെ നോക്കിയായിരുന്നു. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എല്ലാത്തിനും കിടന്ന് ഓടാൻ ഞാനേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു സൗകര്യം അനുസരിച്ചിട്ട് ഉള്ള ഹോസ്പിറ്റലും കൂടെ തിരഞ്ഞെടുക്കാം എന്നുള്ള ഇതിലാണ് നിന്നത്. പക്ഷേ നമുക്കങ്ങനെ പ്രൈവറ്റ് ചൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയ സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരൊന്നും അല്ലാത്തത് കൊണ്ട് ഗവൺമെൻറ് തന്നെ നോക്കാൻ പറ്റുള്ളൂ. പക്ഷേ അമ്മയ്ക്ക് ഹെൽത്ത് കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹെൽത്ത് കാർഡ് ഉള്ളൊരു ഹോസ്പിറ്റൽ നമ്മളിവിടെ അടുത്ത് തന്നെയുണ്ട്, SUT വട്ടപ്പാറ. ട്രിവാൻഡ്രം ഉള്ളവർക്ക് SUT പട്ടം അറിയായിരിക്കും. അവിടെയല്ലേ, ഇവിടെ വട്ടപ്പാറയിൽ ഒരു SUT ഉണ്ട്. നമ്മൾ അവിടെയാണ് പോയത്. അവിടെ ഹെൽത്ത് കാർഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി അവിടുത്തെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അവർ പിന്നെ കുറച്ച് ടെസ്റ്റും നല്ല ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഫിറ്റ്നസ് അതിലൊന്നും ഒരു കുഴപ്പം മീൻസ് ഫിസിക്കലി ഫിറ്റാണെന്നുള്ള കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതിനുശേഷം ഫിറ്റ്നസ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നേ, ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളായിട്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യം. നിങ്ങളെ BP, ഷുഗർ, കൊളസ്ട്രോൾ ഇതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, ഒന്നും ഓവർ ആവാൻ പാടില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് എല്ലാം സ്മൂത്തായിട്ട്, അമ്മയ്ക്ക് അങ്ങനെ ആരോഗ്യത്തിനൊരു പ്രശ്നമില്ല, ഈ യൂട്രസിന് കംപ്ലയിൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാം വളരെ സ്മൂത്തായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. BP കൂടുതലായിരിക്കും, ഷുഗർ കൂടുതലായിരിക്കും, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഭയങ്കര തലവേദനയാണ്. അപ്പം അതൊക്കെ നോർമലാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. നമ്മുടെ കുഞ്ഞിലത്തെ ഏജിലെ അതൊക്കെ നോർമലാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അടുത്ത സ്റ്റെപ്പാണ് ഇമ്പോർട്ടൻ്റ്. അവർ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് എഴുതി തരും. നമ്മൾ ഓപ്പറേഷൻ എന്തായാലും ചെയ്യാമല്ലോ എന്ന് നമ്മളത് അഭിപ്രായം ചോദിക്കും, എപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് അവർ ചോദിക്കും. അപ്പോൾ നമ്മൾ തന്നെ തൊട്ടടുത്തൊരു ഡേറ്റ് എന്ന് നമ്മൾ പറഞ്ഞാൽ മതി. നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാം എന്നുള്ള മനസ്സായിരുന്നു. അതായത് നമ്മൾ ഫെബ്രുവരി അവസാനമാണ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടത്. മാർച്ച് ആദ്യം തന്നെ ഓപ്പറേഷൻ ആക്കാം എന്നുള്ള രീതിക്ക് ഫിക്സ് ആക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ അങ്ങനെ ആക്കിയിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഫിറ്റ്നസ് എടുക്കണം. എല്ലാ ആൾക്കാരും ഇപ്പോൾ കിഡ്നി, ലിവർ, അങ്ങനെയുള്ള എല്ലാ ഹാർട്ട്, ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ഡോക്ടറിനെ പോയി സ്പെഷ്യലി കണ്ട് നമ്മൾ ഫിറ്റ്നസ് എടുത്ത് നമ്മൾ ഓക്കെയാണ്, ഒരു സർജറിക്ക് കയറാൻ വേണ്ടി നമ്മൾ കംപ്ലീറ്റ്ലി ഫിറ്റ് ആണെന്നുള്ള ഫിറ്റ്നസ് എഴുതി വാങ്ങിച്ചാലേ അവർ ഓപ്പറേഷൻ കയറ്റുള്ളൂ. കാരണം ഇതൊരു മേജർ സർജറിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ
കുറച്ച് നെഫ്രോ എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ ഒക്കെ ഉണ്ടായിരുന്നു, സർജൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഹാർട്ടിൻ്റെ കാർഡിയോ മാത്രം അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് പോയിട്ട് എക്കോ, ഹാർട്ടിൻ്റെ എക്കോ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ECG പോലെ വേറെ എക്കോ, ഹാർട്ടിൻ്റെ കാണാൻ വേണ്ടിയിട്ട് നെറ്റിൽ നോക്കിയാൽ മതി. അപ്പോൾ അതെടുത്തു. എന്നിട്ട് അവിടെ തന്നെയുള്ള ഡോക്ടറിനെ കാണിച്ചു. അപ്പോൾ ഫിസിക്കലി ഫിറ്റാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് ഫിറ്റ്നസ് തന്നു എല്ലായിടത്തു നിന്നും. പിന്നെ ഒരു ദിവസം SCT തന്നെ പോയിട്ട് അവിടെയുള്ള ബാക്കിയുള്ള ഡോക്ടേഴ്സിനെ കാണിച്ച് എല്ലായിടത്തു നിന്നും നെഫ്രോ എന്ന് നമ്മൾ ഫിറ്റ്നസ് വാങ്ങിച്ചു, സർജൻ്റെ ഫിറ്റ്നസ് വാങ്ങിച്ചു, അനസ്തേഷ്യൻ്റെ ഫിറ്റ്നസ് വാങ്ങിച്ചു. ഇത്രയും ഫിറ്റ്നസ്സാണ് നമ്മൾ വാങ്ങിച്ചത് മെയിനായിട്ടും. അപ്പോൾ ഇത്രയും ഫിറ്റ്നസ് നമ്മൾ അനസ്തേഷ്യനെയൊക്കെ 2-3 വട്ടം പോയി കാണേണ്ടി വരും കേട്ടോ. കാരണം അനസ്തേഷ്യനാണല്ലോ ഒരു സർജൻ്റെ ഏറ്റവും വലിയ സർജറിയുടെ ഏറ്റവും വലിയ മെയിൻ ആളെന്ന് പറയുന്നത്. ഈ അനസ്തേഷ്യനെ അവർ വിളിക്കുന്ന മൈക്ക് ഡോക്ടർ എന്നാണ്. ഞാനിത് മൈക്ക് ഡോക്ടർ എന്ന ഒരാളുടെ പേര് പോലെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് മയക്കുന്ന ഡോക്ടർ, മയക്ക് ഡോക്ടറാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അനസ്തേഷ്യൻ അതാണ് ആള്. അങ്ങനെ അനസ്തേഷ്യനെ 2-3 വട്ടം നമ്മൾ പോയി കാണേണ്ടി വരും കേട്ടോ. കാരണം നമ്മുടെ കംപ്ലീറ്റ് സാധനങ്ങൾ, ബ്ലഡ് ബയോകെമിസ്ട്രി ഒക്കെ ഇവർ നോക്കും. നമ്മുടെ സോഡിയം പൊട്ടാഷ്യം ലെവലൊക്കെ നെഫ്രോയിൽ നോക്കും. അതൊക്കെ ഇവർക്കൊരു പേപ്പറുണ്ട്, അതിൽ ഇവരെല്ലാം എഴുതി വയ്ക്കും. അതെല്ലാം പിന്നെ അവരുടെ റെഫറൻസ് ആ പേപ്പറാണ്. പിന്നെ നമ്മുടെ കംപ്ലീറ്റ് നമ്മളെ കയ്യിലുള്ള, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കംപ്ലീറ്റ് സാധനം ECG, അബ്ഡോമിനൽ സ്കാന്, അങ്ങനെയുള്ള എല്ലാ മൈന്യൂട്ട് സാധനങ്ങളും നമ്മുടെ കയ്യിൽ കരുതിയേക്കണം. ആ സാധനങ്ങളെല്ലാം ഇവർ വാങ്ങിച്ച് വെച്ചിട്ട് ഇതാണ് പിന്നെ അവരുടെ റെഫറൻസ്. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം കാണിച്ച് ഫിറ്റ്നസ് ഓക്കെ ആയി. വേറൊരു ദിവസം ചെന്ന് ഗൈനക്കിനെ കണ്ട് ഫിറ്റ്നസ്സൊക്കെ അപ്രൂവ് ആക്കി, നമ്മൾ ഓക്കെ ആക്കി, ഡേറ്റ് ഫിക്സ് ചെയ്തു. അങ്ങനെ മാർച്ച് 14-നായിരുന്നു സർജറി ഡേറ്റ് പറഞ്ഞത്. നമ്മൾ 3 ദിവസം മുന്നേ അഡ്മിറ്റ് ആവണം എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറയും. മിക്ക ഹോസ്പിറ്റലിൽ 2 ദിവസം മുന്നേ ആണ്, ഇവിടെ 3 ദിവസം മുന്നേ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അന്ന് വീഡിയോ ഇടുന്നത്, ഞാൻ പോവേണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ 11-ാം തീയതിയാണ് അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വെച്ചിരുന്നത്. അപ്പോൾ ആ 11-13 വരെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റും, അമ്മ മാത്രം അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നാൽ മതി എന്നാണ് ഞാൻ വിചാരിച്ച് വെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒരു ബൈസ്റ്റാൻഡർ എപ്പോഴും ഹോസ്പിറ്റലിൽ കൂടെ വേണ്ടി വരും. അല്ലാണ്ട് അവർ ഒറ്റയ്ക്ക് പേഷ്യൻറ്റിനെ മാത്രം ഹോസ്പിറ്റലിൽ നിർത്തത്തില്ല. അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അമ്മ ഹെൽത്തി ആയതുകൊണ്ട് ഓപ്പറേഷനൊന്നും ആയില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു 3 ദിവസം അവിടെ ഒറ്റയ്ക്ക് നിന്നാൽ മതിയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, അപ്പോൾ ബൈസ്റ്റാൻഡർ വേണം. അങ്ങനെ ഞാൻ 11-ാം തീയതി തന്നെ അവിടെ ലോക്കായി. 11-ാം തീയതി ചെന്ന് അഡ്മിഷനൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയണം. പിന്നെ ഞാൻ ഓടിപ്പടച്ച് തിരിച്ച് വീട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ എൻ്റെ കൈ കിട്ടിയ എല്ലായിടത്തും ഞാൻ വാരി ബാഗിനകത്താക്കി. നമുക്ക് പൂച്ചയുണ്ടല്ലോ വാനീനെ കൊണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാക്കി. ആദ്യം അഞ്ജുവിൻ്റെ വീട്ടിലാക്കി. അത് കഴിഞ്ഞിട്ട് അവൾ അത്ര സെറ്റായില്ല, അപ്പോൾ ഭയങ്കര പേടിയായിട്ടിരുന്ന് അവിടെ നിന്ന്. പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട് ഗായത്രിയുടെ അനിയൻ വന്നിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയി ഗായത്രിയുടെ വീട്ടിലാക്കി. അവിടെ കുറച്ച് പൂച്ച പറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് അവൾ അവിടെ കുറച്ച് സെറ്റായി. അതൊക്കെ തലവേദന പിടിച്ച് പാടായിരുന്നു. ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ഡേറ്റ് തൊട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ള ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സർജറി ആയിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെന്താണ് യൂട്രസ് റിമൂവൽ സർജറി ഭയങ്കര പേടി ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഒരു ഐഡിയ ഇല്ലാതെ. ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു ഐഡിയ ഇല്ലാണ്ടായിരുന്നത്. ഞാൻ യൂട്യൂബ് അത്രയും തപ്പി നോക്കിയിട്ട് തന്നെയാണ് പോയത്. ഞാൻ തപ്പുമ്പോൾ അത്രയും ഇവർ ഈ യൂട്രസ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. അതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷനോ ഒന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പറേഷന് 11-ാം തീയതി പോയി അഡ്മിറ്റായ ദിവസം തന്നെ അവർ വേറെ നമ്മൾ കംപ്ലീറ്റ് ടെസ്റ്റും ചെയ്തിട്ടാണ് പോയത്. ബ്ലഡ്, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഓർഗൻസ്, അങ്ങനെ എല്ലാം. മെയിനായിട്ട് ടെസ്റ്റുകൾ വരുന്ന സ്കാൻ, ECG, എക്കോ, ഇതൊക്കെയാണ് മെയിൻ ടെസ്റ്റ്. പിന്നെ ബ്ലഡ് ടെസ്റ്റ്, ബ്ലഡിൽ തന്നെ ബയോകെമിസ്ട്രി, നെഫ്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് കാണും. അല്ലാതെ ജനറൽ ബ്ലഡിൻ്റെ എങ്ങനെ ഹീമോഗ്ലോബിൻ എത്രയുണ്ട്, പിന്നെ HIV ടെസ്റ്റ്, പാപ്പ് സ്മിയർ പിന്നെയും ചെയ്യിക്കും. അങ്ങനെയൊക്കെ കുറച്ച് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം ബ്ലഡ് ടെസ്റ്റ് മാത്രം ചെയ്തു എന്ന് തോന്നുന്നു നമ്മൾ അഡ്മിറ്റ് ആകാൻ പോയത്. പിന്നെ അവർ അന്നത്തെ ദിവസം ചെയ്തത് നമ്മുടെ റിപ്പോർട്ടെല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് അവരുടെ ഒരു റിപ്പോർട്ട്, അവിടെ കൂടുതൽ സ്റ്റുഡൻസ് ഒക്കെയാണ് ഉള്ളത്. SOT വട്ടപ്പാറയിൽ അവിടെ മെഡിക്കൽ കോളേജ് ഇങ്ങനെ പഠിപ്പിക്കുന്നതും പ്ലസ് പ്രാക്ടീസ് അങ്ങനെ ഉള്ളൊരു സ്ഥലമാണ് SOT വട്ടപ്പാറ. അപ്പോൾ അവിടെ സ്റ്റുഡൻസ് വന്നിട്ട് അവരാണ് കൂടുതൽ കാര്യങ്ങളും, PG പിള്ളേരാണ് കൂടുതലും കാര്യങ്ങളൊക്കെ എഴുതുന്നതൊക്കെ, മോണിറ്റർ ചെയ്യുന്നതൊക്കെ. ബാക്കി ഡോക്ടേഴ്സ് റൗണ്ട്സിന് മാത്രം വന്നിട്ട് എല്ലാം ചെയ്യുക, സർജറി ഒക്കെ ചെയ്യുന്ന ഡോക്ടേഴ്സ് അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഈ പിള്ളേർ തന്നെ വന്നിട്ട് നമ്മുടെ കേസിൻ്റെ അവരുടെ ഒരു റിപ്പോർട്ടായിട്ട് ഇങ്ങനെ എഴുതുക. ആ റിപ്പോർട്ട് റെഫറൻസ് വെച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ ദിവസവും ഡോക്ടേഴ്സ് നമ്മുടെ പേഷ്യൻറ്റിനെ നോക്കുന്നതും ട്രീറ്റ് ചെയ്യുന്നതൊക്കെ.
അപ്പോൾ അങ്ങനെ അഡ്മിറ്റായ ദിവസം ആ ഒരു ടെസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ഡേ 12-ാം തീയതി ഇവർ നേരത്തെ നമ്മൾക്ക് പറഞ്ഞിരിക്കും ബ്ലഡിന് അറേഞ്ച് ചെയ്ത് വച്ചേക്കണം, നമ്മൾ ബ്ലഡിന് 2 ആൾ വേണം, അത്യാവശ്യം വരണമെങ്കിൽ ബ്ലഡ് യൂസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് അത്യാവശ്യം വേണ്ടി വരത്തില്ല, വേണമെങ്കിൽ മാത്രം ആളെ കൊണ്ടുവന്നാൽ പോരെ എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. നമ്മളവിടെ അമ്മ എ പോസിറ്റീവാണ്. അപ്പോൾ എ പോസിറ്റീവും ബി പോസിറ്റീവും അവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഉറപ്പായിട്ട് ആളെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതുവരെ നമ്മളങ്ങനെ അന്വേഷിക്കാത്തത് കൊണ്ടിട്ട് ആ ബ്ലഡിനും പ്രശ്നം വന്ന് അങ്ങനെ പിന്നെ ലാസ്റ്റ് മിനിറ്റ് എല്ലായിടത്തും തപ്പിയിട്ട് ലാസ്റ്റ് മിനിറ്റ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് എൻ്റെ ഫ്രണ്ട് അനന്തു അവനാണ് ഒരാളെ തപ്പിത്തന്നത്. വേറെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്, ഒരു ചേട്ടനാണ് വേറൊരു ബ്ലഡും തന്നത്. അവർ രണ്ടുപേരും അങ്ങോടെയാണ് ബ്ലഡ് അറേഞ്ച് ചെയ്തൊക്കെ തന്നെ. അങ്ങനെ 2 പേരെ ബ്ലഡിന് കൊടുത്തു. പിന്നെ 13-ാം തീയതി എന്ന് പറയുന്നത് ഓപ്പറേഷൻ്റെ തലേ ദിവസമല്ലേ, അന്ന് നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. ഈ ഹെൽത്ത് കാർഡ് ഉണ്ടെങ്കിലേ ഹെൽത്ത് കാർഡ് ആദ്യത്തെ ദിവസമേ അവർ ആക്റ്റീവാക്കി ഒന്നും തരത്തില്ല കേട്ടോ. നമ്മൾ ഓപ്പറേഷൻ്റെ തലേ ദിവസമൊക്കെ ആക്റ്റീവ് ആകത്തുള്ളൂ. തലേ ദിവസം അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ അവർ ആക്റ്റീവാക്കി തരത്തുള്ളൂ. ചെന്നുടനെ ഹെൽത്ത് കാർഡ് ആക്റ്റീവാക്കി ഇനി നിങ്ങൾ പൈസ ഒന്നും അടയ്ക്കേണ്ട അങ്ങനെയൊന്നും പറയത്തില്ല. കുറച്ച് എമൗണ്ട് നമ്മുടെ കയ്യിൽ വേണം. ഫസ്റ്റ് ഡേ ഒക്കെ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ പൈസ വേണം. പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ നമ്മുടെ കയ്യിൽ പൈസ വേണം. പിന്നെ ഈ പറഞ്ഞ ആദ്യത്തെ 3 ദിവസവും മരുന്നൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ 13-ാം തീയതി മാത്രം മരുന്നിനൊന്നും പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ ഹെൽത്ത് കാർഡിൽ പിന്നെ ആഡ് ഓൺ ആയി പോയിട്ടുണ്ട്. 13-ാം തീയതി നമ്മൾ ഓപ്പറേഷന് തലേന്ന് ഇഷ്ടം പോലെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. അത് അവർ എഴുതി തരും, നമ്മൾ ഫാർമസിയിൽ പോയിട്ട് വാങ്ങിക്കണം. കുറേ കാണും ഇവരിടുന്ന ഡ്രസ്സ്, നമ്മുടെ പേഷ്യൻ്റ് ഇടുന്ന ഡ്രസ്സ്, അവർക്കുള്ള ഐ വി അറിയാലോ, കാനുല IV, പിന്നെ ഓപ്പറേഷനുള്ള മരുന്നുകൾ, ഇതെല്ലാം നമ്മൾ ഫാർമസിയിൽ നിന്ന് വെച്ച് നമ്മൾ തന്നെ തലയിൽ ചുമന്നുകൊണ്ട് അവിടെ കൊണ്ടുപോയി നഴ്സിൻ്റെ കൊണ്ടുപോയി കൊടുക്കണം. ഇങ്ങനെയൊക്കെ കുറേ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അവർ ഓപ്പറേഷന് യൂസ് ചെയ്ത മരുന്നുകളുണ്ടല്ലോ, അത് അവർ എഴുതി തരും. അവിടെ നിന്ന് എന്തൊക്കെ മരുന്ന് എടുത്തിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഫാർമസി ചെന്ന് തിരിച്ച് അവർക്ക് തന്നെ കൊടുക്കണം. അങ്ങനത്തെ സെറ്റപ്പാണ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. ഗവൺമെൻറ്റിൽ അങ്ങനെ തന്നെയാണോ എന്ന് അറിയണം. ഇത് പ്രൈവറ്റ് ആണ്. ഹെൽത്ത് കാർഡ് ഉള്ളതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും ആയില്ല. ഹെൽത്ത് കാർഡ് ആണെങ്കിൽ നമ്മൾ വാർഡിൽ തന്നെ കിടക്കണം. അപ്പോൾ വാർഡാണെങ്കിലും മറ്റേ ഗവൺമെൻറ് പോലെ ഭയങ്കര ഒരു ബെഡിൽ 10 പേര് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നല്ല സൗകര്യമുണ്ട്, നല്ല വൃത്തിയുണ്ട്. ആൾക്കാർക്ക് തറയിൽ കിടക്കാനാണെങ്കിലും തറയിലും നല്ല സൗകര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ സീനൊന്നും ഇല്ലായിരുന്നു. ഓപ്പറേഷൻ്റെ ഒരുക്കങ്ങൾ എപ്പോഴാണ് തുടങ്ങുകയെന്ന് വെച്ചാൽ ഓപ്പറേഷൻ്റെ തലേന്നത്തെ ദിവസമാണ് ഒരുക്കങ്ങൾ. തലേന്നത്തെ ദിവസം രാത്രി തന്നെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങും. രാത്രി വന്നിട്ട് അവർ ആദ്യം കാനുല ഫിക്സ് ചെയ്യും. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ അവർ കാനുല ഇടും. കാനുല ഇട്ടിട്ട് കുറച്ച് അലർജി ടെസ്റ്റൊക്കെ നടത്തും. 2-3 മരുന്ന് അലർജി ഉണ്ടോ എന്ന് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കും. അലർജി ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇനിമ ചെയ്യും. രാത്രി 10 മണിയാകുമ്പോൾ ഇനിമ ചെയ്യും. അത് ആ 10 മണി വരെ നമ്മൾ എന്തെങ്കിലും നേരത്തെ ഫുഡ് കഴിക്കണം. 10 മണി വരെ വെള്ളമൊക്കെ കുടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ വെള്ളം പോലും കുടിച്ചുകൂടാ അന്നോട്ട്. പിന്നെ അവർ 10 മണിയാകുമ്പോൾ ഇനിമ തരും. ഇനിമ തന്നു കഴിഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങണം. പിന്നെ രാവിലെ 5 മണിക്ക് എണീറ്റ് അവർ 2 ഇഞ്ചക്ഷൻ കണ്ടാൽ തരുമെന്ന് തോന്നുന്നു. അതിനുശേഷം പിന്നെ ഇനിമ തരും. അതിനുശേഷം നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് അവർ IV ഇടും, മറ്റേ IV ട്രിപ്പ് ഇടും. അതിനുശേഷം നമ്മൾ എപ്പോഴാണോ നമ്മുടെ ഓപ്പറേഷൻ ടൈം അപ്പോൾ അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ തൂക്കിയെടുത്തുകൊണ്ടെങ്കിൽ പോകും. എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ അന്നത്തെ ദിവസം 2ാമത്തെ പേഷ്യൻ്റ് ആയിരുന്നു അമ്മ. അപ്പോൾ ഒരു ഏകദേശം ഉച്ച സമയമൊക്കെ ആയി, ഒരു 11-11:30 ആയപ്പോഴാണ് അമ്മേനെ തിയേറ്ററിലോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോഴേ ഓപ്പറേഷൻ തുടങ്ങി കാണും. കാരണം നമ്മളെ കാണിച്ച് പിന്നെ ടാറ്റയൊന്നും പറയിപ്പിച്ചോ അങ്ങനെയൊന്നുമില്ല. ഞാൻ വിചാരിച്ചു എന്ത് അമ്മ തിരിഞ്ഞു പോലും നോക്കാത്ത എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ ഓപ്പറേഷൻ തുടങ്ങി കാണുമെന്ന്. പക്ഷേ ഇല്ല, 11:30 കയറ്റിയെങ്കിലും 12:30 ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതൊക്കെ ആയപ്പോഴത്തേനും ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു കണ്ടോ, ടാറ്റയൊക്കെ പറഞ്ഞു. അവർ ടാറ്റയൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് അവർ പറഞ്ഞു ഓപ്പറേഷൻ്റെ റിസ്കുകളെ കുറിച്ചിട്ട്. ഇപ്പം നമ്മൾ ഓപ്പറേഷൻ തലേന്ന് നമ്മൾ കൺസെൻറ്റ് ഒപ്പിട്ട് കൊടുക്കണം കേട്ടോ. ആ കൺസെൻറ്റിൽ വളരെ കൃത്യമായിട്ട് ഓപ്പറേഷൻ്റെ റിസ്ക്, നമ്മൾ വയറ് കീറി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് കാണുന്ന എന്താണ് അതനുസരിച്ചായിരിക്കും ഓപ്പറേഷൻ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞേക്കും. ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ്റെ റിസ്ക് എന്താണെന്ന് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നതിന് മുന്നേ ഡോക്ടർ പറഞ്ഞു തന്നു. അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വയറ് കീറി കഴിയുമ്പോൾ, നിങ്ങൾക്ക് ആർക്കും അറിയാത്ത കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വയറ് കീറി കഴിയുമ്പോഴത്തേനും സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച എന്താ ഓർഗൻസ് എല്ലാം സെപ്പറേറ്റ്ലി ഇരിക്കുന്നു എന്നല്ലേ. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എല്ലാവർക്കും അങ്ങനെയല്ല. ചിലർക്ക് ഓർഗൻസ് ഒക്കെ ഒട്ടിയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് ഈ വൻകുടൽ, ചെറിയ കുടൽ, അത് പിന്നെ യൂട്രസ്, അതിൻ്റെ എല്ലാത്തിൻ്റെയും വാൾസ് തമ്മിൽ ഒട്ടിയിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ വാളെല്ലാം കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കിയിട്ട് വേണം ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കുറച്ചും കൂടെ തലവേദന പിടിച്ച ഏർപ്പാടായിരിക്കുമെന്ന് മാത്രം. അപ്പോൾ എനിക്ക് അതായിരുന്നു ഒരു ടെൻഷൻ. കാരണം എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ്റെ തൊട്ട് മുന്നേ ചെയ്ത ഒരു ചേച്ചിയുടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഗുലുമാല് പിടിച്ചതായിരുന്നു. ശരിക്കും ഓപ്പറേഷൻ ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓപ്പറേഷന് 2 ദിവസം മുന്നേ അഡ്മിറ്റ് ആവണം. 3rd ഡേ ഓപ്പറേഷൻ അന്ന് തൊട്ട് 5 ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കണം.
നമ്മൾ മോണിറ്റർ ചെയ്ത് നിൽക്കണം. ഓപ്പറേഷൻ അന്ന് നെക്സ്റ്റ് ഡേയും നമ്മൾ ICUവിലായിരിക്കും. ഇതാണ് ഒരു ഓപ്പറേഷൻ്റെ ജനറൽ സംഭവം എന്ന് പറയുന്നത്. പക്ഷേ ഇതുപോലെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നാൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ദിവസം കൂടും, ICUവിൽ കിടക്കുന്ന ദിവസം കൂടും. അപ്പം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്കിതൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അയ്യോ എന്തെങ്കിലും പറ്റുമോ, അത് എക്സ്ട്രാ കുറച്ചുകൂടെ ടെൻഷനായിരുന്നു. പിന്നെ ഈ കാർഡിയൊക്കെ നമ്മൾ SUT വട്ടപ്പാറയിൽ കാർഡിയോളജി ഇല്ല. അപ്പോൾ ഈ ഓപ്പറേഷൻ ഇടയിൽ ഹാർട്ട് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ ആവും. അവർ പുറത്തുനിന്ന് ഡോക്ടറിനെയൊക്കെ വിളിക്കും, അല്ലെങ്കിൽ നമ്മളെ ആംബുലൻസിൽ അതുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചോളും. അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കണ്ട. പക്ഷേ എങ്കിലും എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നാൽ ഇത് ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്കായോണ്ടുള്ളൊരു ടെൻഷൻ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ്റെ റിസ്ക് ഒക്കെ പറഞ്ഞു തന്നിട്ട് നേരെ അവർ പോയി. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുക ഒരു കോംപ്ലിക്കേഷനും വരരുതേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു 2:30 ആയപ്പോഴത്തേനും അവർ പറഞ്ഞു ഒരു ബക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വരണം, കുഞ്ഞു ബക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ഈ ബക്കറ്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ യൂട്രസ് റിമൂവ് അല്ല, എൻ്റെ അമ്മയ്ക്ക് യൂട്രസും ഓവറിയും 2 ഓവറിയും റിമൂവ് ചെയ്തു. അപ്പോൾ ഇതെന്ന് പറയുന്നത് അവർ ബക്കറ്റിലിട്ടിട്ടാണ് അവർ എടുത്തുകൊണ്ട് പോകുന്നത്. ബക്കറ്റിലാണ് ഇടുന്നത്, നമ്മളെ കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിത് അറിഞ്ഞിട്ട് നേരത്തെ ബക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാണ്. ഞാൻ നേരെ ബക്കറ്റ് അവരെ കൊടുത്ത് ഒരു 2:45 ആയപ്പോഴത്തേനും അവർ യൂട്രസ് കൊണ്ടുവന്ന് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ നോക്കിയിട്ട് ഇതാണല്ലേ അതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തന്ന് അത് എന്നിട്ട് അവർ അതോടുകൂടി അങ്ങ് കൊണ്ടുപോകും കേട്ടോ. ടെസ്റ്റിനൊക്കെ അയക്കും ആ സാധനം. അമ്മയ്ക്ക് സർജറിയുടെ ഇടയിൽ വെച്ചിട്ട് ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ലോ ആയി. അപ്പം അതിന് വേണ്ട മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ECGയുടെ റിപ്പോർട്ടും എല്ലാം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ നേരത്തെ എടുത്ത ECGയുടെ റിപ്പോർട്ട് ഇങ്ങനെ കയ്യിൽ കൊടുത്ത്. അപ്പം ഞാൻ ടെൻഷനായിപ്പോയി, ഹാർട്ട് ബീറ്റ് കുറഞ്ഞ. ഒന്നാമത് അമ്മയ്ക്ക് ഹാർട്ടിൻ്റെ അവിടെ എന്തൊക്കെ തോന്നുന്നു, നെഞ്ചിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണം. പിന്നെ എക്കോ ചെയ്തപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്, ഹാർട്ടിന് പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സമാധാനമായത്. പിന്നെ സർജറിക്കിടയിൽ ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ടെൻഷനായി. പിന്നെ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്താൽ മതി, ICUവിൽ ഇപ്പോൾ കൊണ്ടുവരും കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ തന്നെ ICUവിൽ കൊണ്ടുപോകണത്. അന്നേരം ഇങ്ങനെ കണ്ട് അപ്പോൾ അമ്മയ്ക്ക് ബോധമൊക്കെ ഉണ്ട്. നമ്മൾ ജനറൽ അനസ്തേഷ്യ അല്ല കൊടുത്തത്, നട്ടലിൻ്റെ താഴോട്ട് അങ്ങോട്ട് മരവിപ്പിച്ച് അങ്ങനെ മാത്രമേ ചെയ്തോളൂ. ഒരുപാട് കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ വേദനയൊക്കെ അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ജനറൽ അനസ്തേഷ്യ കൊടുത്ത് മൊത്തത്തിൽ മയക്കത്തുള്ളൂ. ഇത് ബോധമൊക്കെ കാണും കേട്ടോ അവർക്ക്. അങ്ങനെ അമ്മ കണ്ണുറന്ന് സംസാരിച്ച് പക്ഷെ സൗണ്ടൊക്കെ ഇങ്ങനെ മാറിയാണ് ഇരുന്നത്. അപ്പം നമ്മളെ അമ്മമാരെ ഹെൽത്തി ആയിട്ട് ഇരുന്ന് ചിരിച്ച് അങ്ങനത്തെ മുഖമൊക്കെ കണ്ടിട്ട് വയ്യാതിരിക്കുന്ന ഒരു മുഖം ഞാൻ അമ്മേരത് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം, ടെൻഷൻ അങ്ങനെയൊക്കെയാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഫേസ് ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു ടെൻഷനൊക്കെ വന്നു. ICUവിൽ കൊണ്ടുവന്ന് പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കും. അവർ അപ്പം തൊട്ട് ഓരോ മരുന്നൊക്കെ സെറ്റ് കണക്കിന് മരുന്ന് എഴുതിയിട്ട് നമ്മളത് ഓടിപ്പോയി വാങ്ങിക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ അന്നത്തെ ദിവസം നമുക്കുള്ളൂ. പിന്നെ അന്ന് ഒരു വൈകിട്ട് നമ്മൾ അന്നത്തെ ദിവസവും നെക്സ്റ്റ് ഡേ ICUവിൽ തന്നെയാണ് അവരെ കിടത്തുന്നത്. അപ്പോൾ ആ ദിവസവും നമ്മൾ ഫുൾ ടൈം ICUവിൻ്റെ ഫ്രണ്ടിൽ വേണം. അവർ ഓരോ സമയം ഓരോന്ന് വാങ്ങിച്ചുകൊണ്ട് വരാനൊക്കെ നമ്മളടുത്ത് പറയും. അപ്പോൾ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യണം. പിന്നെ അന്നത്തെ ദിവസം ഓപ്പറേഷൻ അന്ന് വൈകിട്ട് തന്നെ എൻ്റെ അടുത്ത് ബ്രഷ്, പേസ്റ്റ്, ഒരു ഷർട്ട്, മുണ്ട്, തോർത്ത് ഇത്രയും സാധനങ്ങൾ കൊടുക്കാൻ പറഞ്ഞു. കാരണം അവർ തന്നെയാണ് അന്ന് പല്ലേൽപ്പിക്കുന്നത്, ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത്, മുടി കെട്ടി കൊടുക്കുന്നത് അവർ തന്നെ ചെയ്തോളും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേനും എന്നിട്ട് അന്ന് രാത്രി നമ്മളത് പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ പറയും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ ഫോൺ വിളിക്കും. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 7 മണിയായപ്പോൾ ഞാൻ ICUവിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നു. നമ്മൾ വാർഡ് അടുത്താണ്, എൻ്റെ അടുത്താണ് ICU എന്ന് പറയുന്നത്. ICUവിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ഓരോരോ സമയത്ത് വിളിക്കും. കട്ടൻ ചായ വാങ്ങിച്ചു കൊടുക്കണം, കഞ്ഞി വെള്ളം അല്ലെങ്കിൽ കഞ്ഞി വാങ്ങിച്ചു കൊടുക്കുക, കരിക്കിൻ്റെ വെള്ളം വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ്. കഞ്ഞിയൊന്നും അന്നത്തെ ദിവസമേ കൊടുക്കത്തില്ല. കട്ടൻ ചായ, കരിക്കിൻ്റെ വെള്ളം ഇതാണ് മെയിനായിട്ട് അവർ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പേഷ്യൻ്റ് ഇങ്ങനെ പറയും വേണം എന്ന് പറയുന്ന സാധനം നമ്മളിങ്ങനെ വാങ്ങിച്ചു കൊടുക്കണം. ഈ 2 സാധനം മാത്രമേ, കട്ടൻ ചായയും കരിക്കിൻ്റെ വെള്ളം മാത്രമേ അവർ കുടിക്കാൻ സമ്മതിക്കത്തുള്ളൂ. കാരണം ഇത്രയും നേരം വയറൊഴിഞ്ഞിരുന്നിട്ട് ആദ്യമേ ഹെവി ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല, ഗ്യാസ് കയറും. അപ്പോൾ ഇവർ എനർജി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കുടിക്കാൻ വേണ്ടിയിട്ട് പറയത്തുള്ളൂ. അങ്ങനെ ഞാൻ മെയിനായിട്ട് അന്നത്തെ ദിവസം കട്ടൻ ചായ തന്നെയാണ് കൊടുത്തത്. പക്ഷെ അമ്മ ആദ്യം ഒന്ന് വോമിറ്റ് ചെയ്തു. അപ്പം അമ്മയ്ക്ക് വോമിറ്റിങ്ങിൻ്റെ സൂക്കേട് പണ്ടേ ഉണ്ട്, പിന്നെ ഗ്യാസിൻ്റെ സൂക്കേടും ഉണ്ട്, അതുകൊണ്ടാണ് വോമിറ്റ് ചെയ്തത്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. എന്നാലും നിങ്ങളിപ്പോൾ വോമിറ്റ് ചെയ്യാൻ അത്ര വലിയ സീനുള്ള കാര്യമൊന്നും അല്ല. പക്ഷേ എന്തെങ്കിലും ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഒരുപാട് നേരം കണ്ടിന്യൂ ചെയ്ത് നിൽക്കാൻ പാടില്ല കേട്ടോ. അന്നത്തെ ദിവസം തന്നെ അത് സോൾവ് ആയാലേ അവർ ICUവിൽ നിന്ന് ഇറക്കത്തുള്ളൂ. ഇപ്പോൾ വോമിറ്റിങ് ഒരുപാട് നേരം നിന്നാൽ സ്റ്റിച്ച് പൊട്ടിപ്പോവും. അതുമാത്രമല്ല നമ്മൾ എന്തെങ്കിലും കഴിച്ചു തുടങ്ങണം, ഛർദ്ദിലില്ലാണ്ട് കഴിച്ചു തുടങ്ങിയാൽ അവർ വാർഡിലോട്ടൊക്കെ തിരിച്ച് വിടത്തുള്ളൂ. അല്ലെങ്കിൽ അവർ ICUവിൽ തന്നെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഇട്ടേക്കും. പിന്നെ അന്നത്തെ ദിവസം തന്നെ ICUവിൽ വെച്ച് അമ്മ നോർമലായി, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല പെയിൻ വേദന മാത്രം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ പൊതുവെ വേദന നല്ല കടിച്ചമർത്തുന്ന കൂട്ടത്തിലാണ്, അങ്ങനെ എക്സ്പ്രസ് ഒന്നും ചെയ്യത്തില്ല. പിന്നെ അമ്മയ്ക്ക് പൊതുവെ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്ത് അത്ര വലിയ കോംപ്ലിക്കേഷനും വന്നില്ല.
അതുകൊണ്ട് അമ്മയ്ക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. നെക്സ്റ്റ് അന്ന് വൈകിട്ടല്ല, നെക്സ്റ്റ് ഡേ ഉച്ചയൊക്കെ ആയപ്പോൾ തന്നെ അല്ല അന്ന് വൈകിട്ട്, അന്ന് രാത്രി ആയപ്പോൾ തന്നെ വാർഡിലോട്ട് മാറ്റി. അപ്പോഴൊക്കെ പിടിക്കാനും കിടത്താനൊക്കെ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഈ യൂട്രസ് റിമൂവലിൻ്റെ കട്ട് എവിടെയാണ് വരണതെന്ന് വെച്ചാൽ നമ്മൾ അടിവയറ്റിലാണ്. അതാണ്ട് ഈ വയറ് കഴിഞ്ഞ് ഈ ഭാഗം നമ്മുടെ അടിവയറ്റിൽ ഈ വയറ് കഴിഞ്ഞ് ഈ ഭാഗത്താണ്, അടിവയറ്റിലാണ് ഇതിൻ്റെ കട്ട് വരുന്നത്. ചെറിയ യൂട്രസ് ആണെങ്കിൽ അവിടെ മാത്രമേ കട്ട് കൊടുത്താൽ മതി. ഈ വലിയ യൂട്രസിൻ്റെ വലിപ്പം, ഈ മുഴയുടെ വലിപ്പമൊക്കെ വലുതായിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അവിടെ നിന്ന് മേപ്പോട്ട് ഇവിടെയും കൂടെ ഒരു പൊക്കിളിൻ്റെ അവിടെ വരെയും കൂടെ ഒരു കട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവരെ കാണാൻ വേണ്ടിയിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ സ്റ്റിച്ചാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ 2-3 പേരെ അവിടെ വെച്ച് ഇങ്ങനെ കണ്ട്. ഇപ്പം അമ്മയ്ക്കാണെങ്കിൽ അമ്മയുടെ യൂട്രസ് ഇത്ര വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് യൂട്രസ് ഞാൻ ബയോളജി സയൻസ് പഠിച്ചൊരു കൊച്ചാണ്. അപ്പം ഞാൻ അത്രയും നാളും യൂട്രസ് എന്ന് പറഞ്ഞാൽ വിചാരിച്ചു വെച്ചിരുന്നത് നമ്മുടെ പടത്തിൽ യൂട്രസിൻ്റെ പടം കാണില്ലേ, അതുപോലെ വളരെ തിന്നായിട്ടിരിക്കുക എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. തിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റിക് കവറ് അതുപോലെ അത്രയും തിന്നാണ് എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ഹാർട്ട് പോലെ മാംസമുള്ള ഒരു ഓർഗനാണ് കേട്ടോ യൂട്രസ്. നമ്മൾ പടത്തിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒട്ടി അങ്ങനെയല്ല ഇരിക്കുന്നത്. ഇത്തിരി മാംസമൊക്കെ ഉള്ളൊരു ഓർഗനാണ് യൂട്രസ്. പിന്നെ ഈ പറഞ്ഞ പോലെ മുഴയും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും, പിന്നെ പല സൈസായിരിക്കും. അമ്മയ്ക്ക് ഇപ്പോൾ 8 mm ഉണ്ടായിരുന്നുകൊണ്ട് യൂട്രസ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. വേറൊരു ആൻറ്റിക്ക് 13 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു. അവർക്കൊരു ചക്കയുടെ അത്ര വലിപ്പമുള്ള യൂട്രസ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്കാണ് ഈ അടിവയറ്റിലും കട്ട് ചെയ്ത് ഒരു ടീ പോലെ പൊക്കിളിൻ്റെ അവിടെയും കൂടെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ടീ ഷേപ്പിന് ഇങ്ങനെ ഒരു ടീ ഷേപ്പിനായിരുന്നു അവരെ കട്ടിരുന്നത്. പൊക്കിളിൻ്റെ അവിടം വരെ കട്ടുണ്ടായിരുന്നു. അതുപോലെ അവർക്ക് സ്റ്റാപ്ലർ ആണ് അടിച്ചിരുന്നത്, മറ്റേ തുന്നലല്ല, നൂല് വെച്ചിട്ടുള്ള തുന്നലല്ല. അമ്മയ്ക്ക് തുന്നലങ്ങാണ്ടാണ് ഉണ്ടായിരുന്നത്. തുന്നൽ 2 സൈഡ് സ്റ്റിച്ച് കട്ട് ചെയ്തുമാണ് അവർ വിട്ടത്. പിന്നെ വാർഡിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ അവർ റെഗുലറായിട്ട് മരുന്ന് എഴുതരുത്. എല്ലാ ദിവസവും മരുന്നുണ്ടായിരിക്കും. ഗ്യാസിൻ്റെ ഗുളിക, പിന്നെ പെയിൻ റിലീഫൊക്കെ ആണെന്ന് തോന്നുന്നു അതിനുള്ള ഗുളിക, അങ്ങനെയൊക്കെ എല്ലാ ദിവസവും മരുന്നുണ്ടായിരിക്കും. മിക്ക ദിവസം ഐ വി ഒരു ദിവസം കണ്ട് എൻ്റെ അമ്മയ്ക്ക് IV റിമൂവ് ചെയ്തിട്ടാണ് വാർഡിൽ കൊണ്ടുവന്നത്. പക്ഷെ ചിലവർക്ക് അങ്ങനെയല്ല, IV ഇട്ടുകൊണ്ട് തന്നെ വാർഡിൽ കൊണ്ടുവരും കേട്ടോ. പിന്നെ ഡിപ്പെൻസ്, നിങ്ങൾക്ക് നല്ല വണ്ണം ഉണ്ടെങ്കിൽ നല്ലപോലെ വേദന എടുക്കും സർജറി കഴിഞ്ഞിട്ട്. അമ്മയ്ക്ക് അത്ര ഭയങ്കര വണ്ണമില്ല, വയറുണ്ട് എങ്കിലും കമ്പാരറ്റീവ്ലി ബാക്കിയുള്ളവരെ വെച്ചിട്ട് അത്ര വലിയ വണ്ണം ഇല്ലായിരുന്നു. അതുകൊണ്ട് കട്ടിൻ്റെ വേദന 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കുറയാൻ വേണ്ടി തുടങ്ങി. പക്ഷേ വേറൊരു ചേച്ചിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നത് അവരെപ്പോഴും നല്ല വേദനിച്ച് പിടിച്ചുകൊണ്ടാണ് നിന്നത്. ഇനി സർജറി കഴിഞ്ഞിട്ട് മെയിനായിട്ട് അവർ പറയാൻ വേണ്ടി പോണ കാര്യം, സർജറി കഴിഞ്ഞല്ലോ പോയി റെസ്റ്റ് എടുക്കുക അങ്ങനെയൊന്നുമല്ല, മര്യാദയ്ക്ക് എണീറ്റ് നടന്നോളണം എന്നേ പറയത്തുള്ളൂ. അവരാകപ്പാടെ പറയുന്നത് ആദ്യം കട്ടൻ ചായ കരിക്കും വെള്ളത്തിൽ തുടങ്ങി, നെക്സ്റ്റ് ഡേ കുറച്ച് സോഫ്റ്റ് ഫുഡ് കഴിച്ച്, അതായത് ഇഡ്ഡലി, ദോശ, ഒരു ഇഡ്ഡലി, ചമ്മന്തി, അങ്ങനെ പതുക്കെ കഴിച്ച് ട്രൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഛർദിലില്ലെങ്കിൽ ഉച്ചയ്ക്ക് കുറച്ച് ചോറ്, അങ്ങനെ പതുക്കെ ഫുഡ് കൂട്ടി വന്നാൽ മതി എന്നാണ് പറയുന്നത്. ആദ്യത്തെ ദിവസമൊക്കെ കഞ്ഞിയേ കൊടുക്കാൻ പറയുള്ളൂ കേട്ടോ. നമ്മൾ ICUലായിരിക്കുന്ന ദിവസം കട്ടൻ ചായ, നെക്സ്റ്റ് ഡേ കഞ്ഞി കുടിക്കാൻ പറയും. ഈ കഞ്ഞിയിൽ ഒരു ഛർദിലും വന്നില്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ്, ഇഡ്ഡലി, അങ്ങനെയുള്ള ചോറ്, അങ്ങനെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അങ്ങോട്ട് ഇഡ്ഡലിയും ചോറും അങ്ങനെയൊക്കെ തന്നെ തിന്നുകൊണ്ട് പോകാം. പിന്നെ ഇവർക്ക് ഒരുപാട് ഒന്നും തിന്നാൻ പറ്റത്തില്ല, ഛർദിക്കാനൊക്കെ വരും. പതുക്കെ ഫുഡ് കൂടുതൽ തിന്നാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. പിന്നെ മെയിനായിട്ടും ഡോക്ടേഴ്സ് പറയുന്ന കാര്യം ചുമ്മാ കയറി കിടക്കാനല്ല, മാക്സിമം എണീറ്റ് നടന്ന് തന്നെ ശീലിക്കണം. ആരുടെയും സഹായം ഇല്ലാതെ തന്നെ നടക്കണം. എന്നാലേ ഇവർക്ക് നടത്തിച്ചിട്ടേ അവർ ഹോസ്പിറ്റലിൽ നിന്ന് വിടത്തുള്ളൂ. നടക്കാതെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് വിടത്തില്ല. അമ്മ സെക്കൻഡ് ഡേ വാർഡിൽ കൊണ്ടുവന്ന് നെക്സ്റ്റ് ഡേ തന്നെ പതിയെ നടക്കുമായിരുന്നു. അമ്മയ്ക്ക് ICUയിൽ ഉണ്ടായിരുന്ന ദിവസമായിരുന്നു ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടായിരുന്നു. എന്നാലും ആരടുത്തും പറയാൻ അങ്ങനെയൊന്നുമില്ല. ചിലവർ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും. വേദനയൊക്കെ ഒട്ടും സഹിക്കാൻ പറ്റാത്തവരാണെങ്കിൽ കരഞ്ഞു പോകും. ആ ഒരു ദിവസം മാത്രം. നെക്സ്റ്റ് ഡേ തൊട്ട് വലിയ കുഴപ്പമില്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദന തന്നെ ആയിരിക്കും എന്നാണ് അമ്മ പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മൾ കിടന്ന വാർഡെന്ന് പറഞ്ഞാൽ ഗൈനക് വാർഡാണ്. അപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്, പ്രസവിച്ചടക്കുന്ന പെണ്ണുങ്ങൾ എല്ലാവരും ഉള്ള വാർഡാണ്. അതുകൊണ്ട് ഉറങ്ങാനേ പറ്റിയില്ല. ആർക്കും രാത്രി ഉറക്കമില്ല. ചിലപ്പോൾ കൊച്ചുങ്ങൾ കിടന്ന് പറയും, ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് എണീറ്റ് നടക്കും. പിന്നെ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഉറക്കവേ ഇല്ലായിരുന്നു. അത് ഉറക്കം അത്ര ഞാൻ ഉറങ്ങി തീർത്തിട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിരിക്കുന്നത്. പിന്നെ ഉള്ള ദിവസം നമ്മൾ വാടി കൊണ്ടുവന്നതിന് ശേഷം മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ്. നടക്കുക, ഫുഡ് ഛർദ്ദിക്കാതെ തന്നെ കഴിക്കുക എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. പിന്നെ 5th ഡേ ആയപ്പോഴത്തേനും കുഴപ്പമൊന്നുമില്ല, ഡിസ്ചാർജൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ രാവിലെ തന്നെ നമുക്ക് ഡിസ്ചാർജിൻ്റെ പ്രൊസീജിയറൊക്കെ തുടങ്ങി. ഡിസ്ചാർജ് ചെയ്യാനകത്ത് കുറച്ച് അധികം മരുന്ന് അവർ എഴുതി തരും, അതും വാങ്ങിച്ചിട്ട് നമ്മൾ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനും ഡിസ്ചാർജായി. എൻ്റെ ഫ്രണ്ട് കാറും കൊണ്ട് വന്നായിരുന്നു, 5 കാറും കൊണ്ട് വന്നായിരുന്നു. അങ്ങനെ കാറിൽ
ഇങ്ങ് കാറിലേ വരാൻ പറ്റത്തുള്ളൂ, ഓട്ടോയിൽ അങ്ങനെ ഒന്നും വരാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം റോഡ് ശരിയല്ല, രണ്ട് ഇവർക്ക് നല്ല പെയിൻ ആയിരിക്കും. അപ്പം അങ്ങനെ സൂക്ഷിച്ചാൽ വരാൻ പറ്റത്തുള്ളൂ. ബസ്സിലൊന്നും കയറാൻ ആരും ചിന്തിക്കുകയേ വേണ്ട ഈ കാലത്തൊന്നും. പിന്നെ വരുന്നതിൻ്റെ അന്ന് രാവിലെയാണ് അമ്മയ്ക്ക് സ്റ്റിച്ച് കട്ട് ചെയ്തങ്ങ് വിട്ടേക്കും. എല്ലാവർക്കും അങ്ങനെയല്ല കേട്ടോ. ചിലവർക്ക് ഈ ഞാൻ പറഞ്ഞ പോലെ നല്ല വണ്ണമുള്ളവർക്കാണെങ്കിൽ 2 ലെയർ സ്റ്റിച്ച് കാണും. അമ്മയ്ക്ക് 1 ലെയർ സ്റ്റിച്ചേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ വയറ് നല്ല തൂങ്ങിയാണ്, ഈ കട്ടിൻ്റെ മേലെ കൂടെയാണ് വയറിങ്ങനെ തൂങ്ങി കിടക്കണമെങ്കിൽ കുറച്ച് പാടാണ്, വേദന കാണും. പിന്നെ എണീറ്റ് നടക്കണം, വയറ് പൊക്കി വെച്ചേക്കാൻ നടക്കണം, കിടക്കുമ്പോഴും വയറ് പൊക്കി വെച്ചേക്കണം. ഈ വയറിൽ നമ്മളെ മുറിവ് വന്നിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ അധികം വിയർക്കാൻ പാടില്ല, നനവിരിക്കാൻ പാടില്ല. പിന്നെ കുളിക്കണം കേട്ടോ. നമ്മൾ ICUന്ന് വന്ന് നെക്സ്റ്റ് ഡേ തന്നെ കുളിപ്പിക്കാൻ പറയും ഇവർ. അന്ന് രാവിലെ തന്നെ കുളിക്കാൻ പറയും. മറ്റേ വേദവെള്ളം വെച്ചൊന്നും കുളിക്കുക അങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. സ്റ്റിച്ചിലൊന്നും തിളച്ച വെള്ളമൊന്നും കോരി ഒഴിക്കാനേ പാടില്ല. ഡോക്ടേഴ്സ് അത് പ്രത്യേകം പറയും. കാരണം പണ്ടുള്ളവർ അങ്ങനെ പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ പണ്ടത്തെ സ്റ്റിച്ച് എന്ന് വെച്ചാൽ മറ്റേ നൂല് വെച്ചുള്ള സ്റ്റിച്ചാണ്. ഇപ്പം അങ്ങനെയല്ല, സ്റ്റാപ്ലർ സ്റ്റിച്ചുണ്ട്, ഒട്ടിക്കണ സ്റ്റിച്ചുണ്ട്, തയ്യൽ സ്റ്റിച്ചുണ്ട്, അങ്ങനെ പലതരം സ്റ്റിച്ചാണ്. ഇതിൽ ഇപ്പം എനിക്ക് തോന്നുന്ന അമ്മേരയിൽ ഞാനിങ്ങനെ തയ്യൽ സ്റ്റിച്ച് കണ്ടില്ല. ഒട്ടിക്കണം എന്തോ ടൈപ്പെന്ന് അവർ പറയുകയും ചെയ്തായിരുന്നു. അപ്പം അതിലൊക്കെ തിളച്ച വെള്ളം വീണാൽ ചിലപ്പോൾ ഒട്ടിപ്പ് ഇങ്ങനെ ഊരി പോകണമെങ്കിലോ നമുക്ക് റിസ്ക് അല്ലേ, അതുമാത്രമല്ല പഴുത്തൊക്കെ പോയാലോ. അപ്പം അവർ പറയുന്ന പോലെ ഡോക്ടേഴ്സ് എന്ത് പറയുന്നു അതുപോലെ ഫോളോ ചെയ്യുക. കാരണം അവർ യൂസ് ചെയ്യുന്ന സാധനം എന്താണ്, അവർ യൂസ് ചെയ്യുന്ന സാധനം എങ്ങനെയൊക്കെയാണ് എഫക്റ്റ് ആകുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതിൻ്റെ ഇടയിൽ പണ്ടത്തെ മാമിയാരും ഒക്കെ ചെന്നിട്ട് വേദിവെള്ളം പിടിക്കണം, മറ്റേ അങ്ങാടിക്കടയിൽ അത് പിടിക്കണം ഇത് പിടിക്കണം എന്ന് ഉപദേശം തരാൻ ഒരു 10,000 പേര് കാണും. പക്ഷേ മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മോഡേണൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും, പുതിയ തരത്തിലുള്ള സാധനങ്ങളായിരിക്കും. അതെങ്ങനെ എഫക്റ്റ് ആകുമെന്ന് ഡോക്ടേഴ്സിനെ അറിയത്തുള്ളൂ. അപ്പോൾ അവർ പറയുന്നത് തന്നെ പ്രയോറിറ്റി കൊടുക്കുക, അവർ പറയുന്നത് മാത്രം കേൾക്കുക. നെക്സ്റ്റ് ഡേ കുളിപ്പിച്ച് 3rd ഡേ, അതായത് നമ്മൾ ഓപ്പറേഷൻ 14th 15th നമ്മൾ വൈകിട്ട് വാർഡിൽ കൊണ്ടുവന്ന് 16th നമ്മൾ അമ്മേനെ കുളിപ്പിച്ചത് കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊക്കെ ഇരുന്നിട്ട് സ്വന്തമായിട്ട് കുളിക്കാൻ പറ്റും, കുഴപ്പമില്ല, ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ 17th 17ാം തീയതി സ്വന്തമായിട്ട് തന്നെ കുളിച്ച്, വേറെ കുഴപ്പമില്ല, സ്വന്തമായിട്ട് തന്നെ ബാത്റൂമിലൊക്കെ പോയി കക്കൂസി പോയിട്ട് അവർ വിടത്തുള്ളൂ. നമ്മൾ ബാത്റൂമിലൊക്കെ പോകുന്നുണ്ടാകുന്ന അവർ ചെക്ക് ചെയ്ത് അത്രയും കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്താലേ അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഈ 5 ദിവസം എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. 17th ഡേ 17ാമത്തെ ദിവസമായപ്പോൾ അമ്മ ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആക്കി. പിന്നെ ബാത്റൂമിലൊക്കെ പോകാനാണെങ്കിലും അവർ മോഷൻ പോകാനുള്ള ഗുളികയൊക്കെ തരും കേട്ടോ, അല്ലാണ്ട് നമ്മളിത് പോയിരുന്ന് മുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ 18ാം തീയതി ആയപ്പോൾ 17th വരെയുള്ള എല്ലാ കാര്യങ്ങളും നോർമൽ ആയിരുന്നല്ലോ. അപ്പോൾ 18th ആയപ്പോഴത്തേനും ഡിസ്ചാർജ് ആവാമെന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ആക്കി ഇങ്ങ് വിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇന്നിപ്പം 23 ഡേറ്റ്. ഇന്നായിട്ട് നന്നായിട്ട് നോർമലായി, ഒരു കുഴപ്പമില്ല. ഭയങ്കര സ്പീഡിനൊന്നും നടക്കുകയൊന്നുമില്ല, എങ്കിലും നന്നായിട്ട് അവിടെ ഉള്ളതിനെക്കാളും നന്നായിട്ട് നടക്കും. പിന്നെ അവനവൻ്റെ വീട്ടിലെത്തുന്ന സമയത്ത് കുറച്ചുകൂടെ ആശ്വാസമാണല്ലോ, ആ ഒരു ആശ്വാസം സന്തോഷമൊക്കെ ഉണ്ട്. ഇവിടെ എത്തിയതിന് ശേഷം വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ വീടാണെങ്കിൽ 2ാമത്തെ നിലയിലാണ് ഇരിക്കുന്നത്. അപ്പം നല്ല പോലെ സ്റ്റെപ്പ് കയറിയാണ് വരാനുള്ള. ആ സ്റ്റെപ്പൊക്കെ സ്വന്തമായിട്ട് തന്നെ ഈ 18ാമത്തെ ദിവസം അമ്മ കയറിയൊക്കെ വന്നത്. അതായത് ഓപ്പറേഷൻ കഴിഞ്ഞ് 5ാമത്തെ ദിവസം സ്റ്റെപ്പൊക്കെ സ്വന്തമായിട്ട് തന്നെ പതുക്കെ കയറി വന്നു. ഇന്നിപ്പോൾ കൃത്യം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 10 ദിവസമായി. ഇന്നപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ് ആയി. പണ്ടത്തെ അത്ര വേദനയൊന്നുമില്ല. സ്റ്റിച്ചിൽ ഞാൻ തന്നെയാണ്, നമുക്ക് ഓയിൽമെൻറ്റ് തന്നു വിടും, ഞാൻ തന്നെയാണ് അമ്മയ്ക്ക് സ്റ്റിച്ചിൽ ഓയിൽമെൻറ്റ് ഇട്ട് കൊടുക്കുന്നത്. അവിടെ തൊടുമ്പോഴൊന്നും വലിയ വേദനയൊന്നുമില്ല. പിന്നെ പണ്ടത്തെ പോലെ ആരോഗ്യമായിട്ട് എണീറ്റ് നടക്കാൻ പറ്റത്തില്ല, അടുക്കളയിലൊന്നും കയറാനൊന്നും പറ്റത്തില്ല, തുണി കഴുകാനോ കുനിയാനൊന്നും പറ്റത്തില്ല, വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു 3 മാസമൊക്കെ കഴിയും. നമുക്കങ്ങനെ ഇതൊരു മേജർ സർജറി ആണെന്നുള്ള കാര്യം ഓർമ്മ വേണം. ആ മേജർ സർജറിയുടെ എല്ലാ പരിഗണനയും കൊടുത്ത് തന്നെ പേഷ്യൻറ്റിനെ നോക്കുകയും വേണം. അപ്പോൾ ഇതൊക്കെയാണ് യൂട്രസ് റിമൂവൽ സർജറിയുടെ പോയിൻറ്റ്സ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ആൻഡ് ബിഫോർ കെയർ, ആഫ്റ്റർ കെയർ, ഡ്യൂറിങ് ദ സർജറി എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോ നല്ല ലെങ്തി ആണെന്ന് എനിക്കറിയാം, പക്ഷേ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞേ പറ്റുള്ളായിരുന്നു. കാരണം ഈ ഇൻഫർമേഷൻ ആർക്കും അറിഞ്ഞുകൂടാത്ത കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. യൂട്യൂബിൽ ഞാൻ നോക്കിയിട്ടൊന്നും കാണാനില്ലായിരുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരിടത്തും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. കാരണം ഇതൊന്നും പറഞ്ഞുതരാൻ നമുക്കാരുമില്ല. ഡോക്ടേഴ്സും അങ്ങനെ ആദ്യം ഒന്നും പറഞ്ഞു തരില്ല, നമ്മൾ എല്ലാ പ്രൊസീജിയർ കഴിഞ്ഞിട്ടേ അവർ പറഞ്ഞു തരുള്ളൂ. അപ്പോൾ എനിക്കൊരു ടെൻഷൻ, ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ എല്ലാം നടക്കുമോ, ഞാൻ ഒരാൾ മതിയാ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു. ഒരാൾ മതിയെന്ന് ചോദിച്ചാൽ അല്ല, നമ്മുടെ ഓപ്പറേഷൻ അന്ന് ICUവിൽ നിൽക്കുന്നവരെ ഒരാളും കൂടെ എക്സ്ട്രാ കൂടുതൽ വേണം. കാരണം നമ്മളിപ്പോൾ മരുന്ന് വാങ്ങാനൊക്കെ പോകുന്ന സമയത്ത് പേഷ്യൻറ്റ് ആരെങ്കിലും വിളിച്ചാൽ അവിടെ എക്സ്ട്രാ ഒരാളും കൂടെ വേണം.
അപ്പം അങ്ങനെ ഒരാളും കൂടെ വേണം. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അവിടെ നിന്നിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാൽ വളരെ വൃത്തികെട്ട ഒരു എക്സ്പീരിയൻസ് ആണ്. ഉറക്കം കിട്ടില്ല, കാരണം ഈ ലൈറ്റ് കിടക്കുന്നു, പിന്നെ ആരും ഉറങ്ങാറില്ല, അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ട് നമ്മുടെ സ്വന്തം വീടല്ലെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമാണ്. ബാത്റൂം ഭയങ്കര പ്രശ്നമാണ്, കുളിക്കണത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ഒരു ദിവസം മാത്രമേ കുളിച്ചുള്ളൂ, ബാക്കിയുള്ള 7 ദിവസം ഞാൻ തല കുളിച്ചിട്ടില്ല, മേല് മാത്രമേ കഴുകിയിട്ടുള്ളൂ. അതും കുളിക്കണമെന്ന് അത്ര തൃപ്തി വരാറില്ല. എൻ്റെ മുടി ഞാൻ ഒട്ടും ശ്രദ്ധിച്ചില്ലായിരുന്നു, മുടിയുടെ തുമ്പൊക്കെ നാശമായി. അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു.